മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പയർ കൃഷിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോഴ് പ്രത്യേകിച്ച് ഈ മകരം, കുംഭം, മീനം, മേടം മാസങ്ങളിലാണ് പയർ കൃഷി ഏറ്റവും നന്നായി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പയർ ഏറ്റവും എളുപ്പത്തിൽ വിളവ് കിട്ടുന്നതും ഒക്കെയായ ഒരു പച്ചക്കറിയാണല്ലോ പയർ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നാൾ പയർ പറിച്ചു കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹ്രസ്വകാല വിളയായ പയറിന് ഒരു ക്ഷീണം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച അല്പം മന്ദീഭവിക്കാനും ഒപ്പം വലിയ പയറുകളുടെ ഉൽപ്പാദനം കുറഞ്ഞ് ചെറിയ പയറുകളാകും, അത് കച്ചിപ്പയറായി മാറും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ട് ചികിത്സകൾ നമ്മൾ ഈ പയറിന് ചെയ്യണം. കാരണം നമുക്ക് വളരെയധികം ആദായം തരുന്ന, വളരെ പെട്ടെന്ന് ആദായം തരുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഇരട്ടി സ്നേഹം തരുന്ന ഒരു പച്ചക്കറിയാണ് പയർ. വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പുരയിടങ്ങളിലും ഒക്കെ പയറിടുകയും സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മളൊക്കെ പോകുമ്പോൾ ചോറിന് കറിയായിട്ട് പ്രധാനപ്പെട്ട ഒരു തോരനായിട്ടും മെഴുകുവരട്ടിയായിട്ടും ഒക്കെ അവിയലിനകത്തും സാമ്പാറിനകത്തും ഒക്കെ ഇടാൻ അമ്മമാർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വിളയാണ് ഈ പയറെന്ന് പറഞ്ഞാൽ. പയർ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പച്ചക്കറി കൂടിയാണ് ഈ പയർ. കാരണം പയർ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത് കുറേ നാൾ കായ്ച്ചു. ഇതിപ്പം എനിക്ക് കുറേയധികം കായ്കൾ തന്ന ഒരു പയറാണ്. അപ്പോൾ ഇങ്ങനെ തന്നതിന് ശേഷം ഇത് അല്പം മുരടിപ്പ് പോലെ കാണുന്നുണ്ട്. മുരടിപ്പ് പോലെ, അതായത് അതിൻ്റെ കുറ്റമല്ല. കാരണം പരമാവധി ആദായം നമുക്ക് തന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ ആവുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ആദായം കിട്ടണം. നമുക്ക് 1 മാസം കൂടി, അല്ല 1.5 മാസം, 2 മാസം കൂടി നമുക്കിതിന് ആദായം കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടുന്ന 2 ചികിത്സകൾ, അതിനെന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും. നമ്മൾ ടോണിക്കുകൾ, വിറ്റാമിൻ ഗുളികൾ, അതുപോലെ തന്നെ രോഗം മാറാനുള്ള ഗുളികൾ ഒക്കെ കഴിക്കും. അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒക്കെ നമ്മൾ ലേഖ്യങ്ങൾ, കൃതങ്ങൾ, രസായനങ്ങളൊക്കെ കഴിക്കും. അതേപോലെ 1-2 കാര്യങ്ങൾ ഈ ചെടിക്ക്, ഈ പയർ വള്ളിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. ചുവട്ടിലൊഴിക്കുക വെച്ചാൽ അതിന് കഴിക്കാൻ കൊടുക്കുകയാണ്. ഒപ്പം ഈ വള്ളികളിൽ തളിക്കുക എന്ന് വെച്ചാൽ അതിനെ കുളിപ്പിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഇഷ്ടംപോലെ പയറുകൾ പറിക്കാൻ പറ്റും. ആ ഒരു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് നമുക്കിപ്പോൾ ഈ ഇതിൽ പാകമായി കിടക്കുന്ന കുറേ പയറുണ്ട്. ഈ പയർ ഇനി പറിക്കണം. നോക്കിയിട്ട് നല്ല പയറാണ്, നല്ല തൂക്കമുള്ള നല്ല പയറാണ്. അപ്പം ഈ ആഴ്ചയിൽ 2 തവണയാണ് ഈ പയർ നമ്മൾ പറിച്ചെടുക്കുന്നത്. 2-3 തവണ പറിക്കാം, പക്ഷേ ഞാൻ 2 തവണയാണ് പറിച്ചെടുക്കുന്നത്. അപ്പം നല്ല തൂക്കം കിട്ടും. സാമാന്യം നല്ല രീതിയിലുള്ള പയറുമാവും സംഗതികൾ. പക്ഷേ ആഴ്ചയിൽ 2 തവണ പറിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ ഇത് മുറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വിത്തിനിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മുറ്റിപ്പോയാലും കുഴപ്പമില്ല. കാരണം വിത്തിനിട്ടേക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തെ ഇതാണ് എടുക്കുന്നത്. ഇതിനകത്തെ പയർമണിയാണ് നമുക്ക് ആവശ്യം. അപ്പം പയർമണിയായിട്ട് എടുക്കുന്നതിനകത്ത് നഷ്ടമാണ്. കാരണം ഇപ്പം ഇത്രയുള്ള ഒരു പയർ, ഇതിനകത്ത് കൂടിയ ഒരു 10-12 പയർമണിയെ കാണത്തുള്ളൂ. പക്ഷേ ഇത് തോരനായിട്ടോ മെഴുകുവരട്ടോ അരിയാമെങ്കിൽ തോനയും കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരു ആഴ്ചയിൽ 7 ദിവസമാണ് ഒരാഴ്ച, 3 ദിവസം ആകുന്ന തീർച്ചയായിട്ടും പയർ പറിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 7 ദിവസം, ആഴ്ചയിൽ 1 തവണ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്ന ലായനി വളം കൊടുക്കാം. രാസവളമാണെങ്കിൽ വളരെ തുച്ഛമായ അളവിലെ രാസവളം ഇട്ട് കൊടുക്കാവൂ. കാരണം അതികഠിനമായ വരൾച്ചയാണ് ഇപ്പോൾ ഈ സമയങ്ങളിൽ. വരൾച്ചയുടെ കൂടെ ഈ രാസവളം കൂടെ ഒരു ചൂടാണ്. അപ്പോൾ രാസവളമൊക്കെ ഇട്ട് കൊടുക്കുന്നവർ കഴിയുന്നതും നല്ല രീതിയിൽ 2 പ്രാവശ്യം തളിച്ചു കൊടുക്കണം. ജൈവവളം നമ്മൾ ലായനി രൂപത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ചൂടുമൊന്നുമില്ല, തന്നെയല്ല മണ്ണിൽ വളരെ പെട്ടെന്ന് ലയിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വൈകുന്നേരങ്ങളിൽ മാത്രം വെള്ളം കോരിയാൽ മതി. വൈകുന്നേരങ്ങളിൽ മാത്രം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ തണുപ്പ്, ഈർപ്പം നിലനിൽക്കുകയും സസ്യങ്ങൾ അത് വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ വെള്ളം കോരാൻ സൗകര്യമുള്ളവർക്ക്, ജലസേന സൗകര്യമുള്ളവർക്ക് രാവിലെ ഒരല്പം വെള്ളം തളിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ആദായം നമുക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിതിന് ചികിത്സ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വിളഞ്ഞു കിടക്കുന്ന ഈ പയർ ഇനി പറിച്ചെടുക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പയറെടുത്ത് കഴിഞ്ഞു. പയർ പറിച്ചു കഴിഞ്ഞു. ഒരു 10 മൂട് പയറാണ് ഈ ഭാഗത്തിട്ടേക്കുന്നത്. പലയിടത്തായിട്ട് ഞാൻ പയറിട്ടിട്ടുണ്ട്. ഒരു 100 മൂട് പയർ നമ്മൾ ഇട്ട് നല്ല രീതിയിൽ ഈ പയറിനോട് സംരക്ഷിക്കുമെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ സാമാന്യം നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ എല്ലാവർക്കും സാധിക്കും. വളരെ കഠിനാധ്വാനമൊന്നും വേണ്ട. ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള വളം ഒക്കെ ചെയ്യുവാണെങ്കിൽ തുച്ഛമായ പൈസയ്ക്കുള്ള വളം മതി. നമുക്കൊരു 2 കിലോ വേപ്പിൻ പിണ്ണാക്കും 2 കിലോ കടലപ്പിണ്ണാക്കും കുറച്ച് ചീമക്കൊന്നയുടെ ഇലയും ഉണ്ടെങ്കിൽ ഒരു 100 മൂട് പയറിനുള്ള വളം ആ പയർ ഇട്ടതിന് ശേഷം ആ വിളവ് അവസാനിക്കുന്ന വരെ ഒഴിക്കാനുള്ള വളം കിട്ടും. പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ പഴത്തിൻ്റെ തൊലി എന്നൊക്കെ പറയാൻ നമുക്കറിയാം. ഏതെങ്കിലും പരിചയമുള്ള കടകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ തൊലി തരും. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വളം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഈ ചാരം, വെണ്ണീറും കഞ്ഞിവെള്ളവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളം ഉണ്ടാക്കാൻ സാധിക്കും. ഈ വളങ്ങൾ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഒരു 100 മൂട് പയർ ഇടാനുള്ള ഭൂമി ഉണ്ടെങ്കിൽ, അല്പം മനസ്സും ഉണ്ടെങ്കിൽ, ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലായി കണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളെ സംബന്ധിച്ച അറിവുകളൊക്കെ ശേഖരിച്ച് ചെയ്യാമെങ്കിൽ ഒരിക്കലും കൃഷി നഷ്ടമല്ല എന്ന് നിസ്സംശയം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പയർ പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ വിത്തിനിട്ടിരിക്കുകയാണ്. വിത്തിനെന്ന് പറയാൻ നമുക്കറിയാം, ഇതിൻ്റെ അരിയെടുത്ത് വീണ്ടും നടാനും അതുപോലെ തന്നെ നമ്മുടെ അഭ്യുതാകാംക്ഷികൾക്ക് കൊടുക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, നമ്മൾ വിത്തിനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പയർ മാത്രമേ നമ്മൾ വിത്തിനിടാവൂ. പയറെന്നല്ല, ഏതൊരു വിത്തായാലും നല്ല ആരോഗ്യമുള്ള പയർ മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇതൊക്കെ വിത്തിനിട്ടിരിക്കുകയാണ്. ഈ കിടക്കുന്നതൊക്കെ വിത്തിനിട്ടിരിക്കുകയാണ് അരി എടുക്കാൻ വേണ്ടി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പയറിൻ്റെ, ഇത് മീറ്റർ പയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മീറ്റർ പയർ തന്നെ പല പേരിലുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഒരു 4 കുടുംബത്തിലോ 3 കുടുംബത്തിലൊക്കെ അതിന് വേണ്ടിയൊന്നും വേണ്ട. ഇതൊരു 10-15 പയറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള തോരനായിട്ടാലും മെഴുകുവരട്ടിക്കൊക്കെ ആയാലും കാണും. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ വിത്തുകൾ തരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ വിളവെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ കൊടുക്കുന്നത്, ഇതിനെ ഒന്ന് കുളിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ കുടിക്കാൻ ഒരു സംഭവം കൊടുക്കണം. അതിന് നമ്മളിവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് കുടിക്കാൻ കൊടുക്കാന്ന് വെച്ചാൽ ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇത് ചീമക്കൊന്നയും വേപ്പിൻ പിണ്ണാക്കും, ചീമക്കൊന്നെന്ന് പറഞ്ഞാൽ ചീമക്കൊന്നയുടെ ഇലയാണ്. ചീമക്കൊന്നയുടെ ഇലയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ ഇട്ട് ലയിപ്പിച്ച ലായനിയാണ്. ആ ലായനി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ഇതിന് കുടിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് തന്നെ ഇതങ്ങ് വലിച്ചെടുക്കും. ഇത് നമ്മൾ ആഴ്ച ഒരു ദിവസം വീതം ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തന്നെ ഇത് വലിച്ചെടുക്കും. അതുകൂടാതെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ വെളുത്ത ദ്രാവകം നിങ്ങൾ നോക്കിയിട്ട്, ഈ വെളുത്ത ദ്രാവകം എന്ന് പറയുമ്പോൾ ഇത് സൂഡാമോണസ് കലക്കിയ ഒരു ദ്രാവകമാണ്. സൂഡാമോണസ് കലക്കിയ ദ്രാവകം. ഈ സൂഡാമോണസ് കലക്കിയ ഈ ലായനി, ഇതാണ് ഇതിനെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയും വേണം, കുളിപ്പിക്കുകയും വേണം. ആ രീതി നമുക്ക് ഒന്ന് ചെയ്യാം. ഓക്കെ, സൂഡോമോണസിൻ്റെ ലായനി ഉപയോഗിച്ച് നമ്മുടെ ഈ പയർ ചെടികളെ ഒന്ന് കുളിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുമ്പോൾ കുരുടിപ്പ് മാറി കുറേയധികം വിളവ് തന്നു കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുരുടിക്കും. അപ്പോൾ കുരുടിപ്പ് മാറാനും പുതിയ വള്ളികളും പൂക്കളും ഒക്കെ ഉണ്ടാകാനും ഒക്കെയാണ്. ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കൂടി ഇതിൽ നിന്നും പയർ പറിക്കാം. നമുക്ക് ഒരു 15-20 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പം ആദ്യമായിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നോക്കിയിട്ട് ഇത് തളിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇലയിലും ചുവട്ടിലും വീഴത്തക്ക രീതിയിലാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ സൂഡാമോണസിൻ്റെ ലായനി ഒഴിച്ച് നമ്മൾ പയർ ചെടികളൊക്കെ നന്നായി കുളിപ്പിച്ചിട്ടുണ്ട്.
അപ്പം ഇതിൻ്റെ ഒരു പ്രവർത്തനം വെച്ചാൽ ഈ സൂഡോമോണസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇതിലൊക്കെ ഉണ്ടായിരിക്കുന്ന ചില രോഗങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഒരുതരം പൊരിപ്പും അതുപോലെ തന്നെ കുമിൾ രോഗങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങളൊക്കെ ചെടികൾക്ക് വരാറുണ്ട്. അതിനെയൊക്കെ മാറ്റി വളർച്ച ത്വരിതപ്പെടുത്തുവാൻ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലൂടെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മണ്ണിൽ നിന്നും വളങ്ങൾ വലിച്ചെടുക്കാൻ ഉള്ളൊരു പ്രേരണ ഇതിനുണ്ടാവും. അതാണ് സൂഡോമോണസ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും മണ്ണിൽ വലിച്ചെടുക്കാനുള്ള പ്രേരണ ഉണ്ടായി കഴിയുന്നതിന് വളം വേണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ വളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയാൽ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അല്പം ദൂരെ കൂട്ടി നമ്മൾ ഈ ഒരു പാത്രത്തിന് 10 പാത്രം വെള്ളം കൂടെ ചേർത്ത് വളരെ ഭംഗിയായിട്ട് യോജിപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പം അല്പം ദൂരെ, അതായത് ഈ ചെടിയുടെ തണ്ടലൊന്നും വീഴാത്ത രീതിയിൽ വേണം ഇത്തരത്തിലുള്ള വളം ഒഴിച്ച് നമ്മൾ കൊടുക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പയറിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം എടുക്കാൻ കഴിയും എന്ന് ഞാൻ 100% ഉറപ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുകയാണ്. കഴിയുന്ന ഒരു 100 മൂട് പയർ വെച്ച് പിടിപ്പിക്കാൻ, അത് പയർ വെച്ച് പിടിപ്പിക്കുന്ന ഇതേപോലെ മീറ്റർ പയറോ അങ്ങനെയൊക്കെയുള്ള പയറുകളൊക്കെ ആയിരിക്കണം, കാരണം തൂക്കം കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ജൈവ കൃഷിയാണെങ്കിൽ അതിനൊരു ചെറിയ പരസ്യം കൂടെ കൊടുക്കാമെങ്കിൽ കൃഷി സ്ഥലത്ത് തന്നെ വന്ന് പയറുകൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ആൾക്കാർ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. നല്ല പ്രചാരണമാണ് ഇപ്പോൾ ജൈവ കൃഷിക്ക് ആൾക്കാർ കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ എന്നോട് തന്നെ ഞാനിതിപ്പോൾ പറിച്ചുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അഭ്യുദയകാംക്ഷികൾക്കൊക്കെ ഇത് എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ശേഷമുള്ളത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ്, നമുക്കതിന് ന്യായമായ ഒരു പ്രതിഫലം തന്നിട്ട് നമ്മൾ ചോദിക്കുന്ന വില. ഇപ്പോൾ തന്നെ നാടൻ പയറിന് മാർക്കറ്റിൽ 100 രൂപയാണ് ഇപ്പോഴത്തെ വിലയുണ്ട്. കാരണം എന്നോടൊരാൾ പറഞ്ഞായിരുന്നു 100 രൂപ വെച്ച് തരാം ഉള്ളത് കൊണ്ട് കൊടുക്കാൻ. പക്ഷേ ഞാനത് കൊടുക്കുന്നില്ല, കാരണം തികച്ചും ജൈവ രീതിയിലുള്ളത് കൊണ്ടും അതീവ സ്വാദിഷ്ടമാണ് ഇതിനുള്ളത് കൊണ്ടും എൻ്റെ പല സുഹൃത്തുക്കൾക്കും അവർക്ക് ഈ ഇത്തരത്തിലുള്ള ഉൽപ്പാദനങ്ങൾ പയർ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടും ഞാൻ അവർക്കൊക്കെ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കർഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ജൈവ കൃഷിയിൽ ഇത്തരത്തിലുള്ള കൃഷി ചെയ്ത് ചെറിയൊരു പരസ്യം കൊടുക്കാമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാർ വാങ്ങിക്കാൻ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി രീതികൾ, കൃഷിയെപ്പറ്റിയുള്ള അറിവുകൾ, അതുകൊണ്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന കൃഷി സമ്പ്രദായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെങ്കിൽ, ഈ അറിവുകൾ ശേഖരിക്കാനും അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ എനിക്കും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ ആശംസ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.